പിങ്ക് പെറ്റൽസിൻ്റെ പുതിയൊരു സ്റ്റിച്ചിങ് വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ എംബ്രോയിഡറി ചെയ്തിട്ട് റെഡിയാക്കിയെടുത്ത റെഡിമെയ്ഡ് നെക്കുകൾ നമുക്ക് വാങ്ങാൻ കിട്ടും. ഇതുപയോഗിച്ചിട്ട് എങ്ങനെ ഒരു നൈറ്റി നമുക്ക് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാമെന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കുന്നത്. ഫ്രണ്ട് ഓപ്പൺ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതും അല്ലാതെ ഇങ്ങനെ സിമ്പിളായിട്ടുള്ളതും എല്ലാം നമുക്ക് വാങ്ങാൻ കിട്ടും. പല മോഡലുകളിലും കിട്ടും. തുടക്കക്കാരൊക്കെ ഇങ്ങനത്തെ സിമ്പിളായിട്ട് വരുന്ന നെക്ക് ഉപയോഗിച്ച് ചെയ്ത് പഠിച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ അളവനുസരിച്ച് നൈറ്റി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാർട്ട് എടുക്കുക. ഇനി നൈറ്റിയുടെ മുൻഭാഗത്തിന് വേണ്ടിയിട്ട് അതിൽ നിന്നും ഒരു പാർട്ട് എടുക്കുക. മടക്കെല്ലാം നല്ല ശരിയാക്കി വെച്ച് കൊടുത്തിട്ട് സെൻറ്റർ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു കട്ടിട്ട് കൊടുക്കണം. ഇനി നെക്ക് പീസ് എടുത്തിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി പിടിച്ച് അതിൻ്റെ മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും ഒരു കട്ട് ഇട്ട് സെൻറ്റർ മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ഉള്ളിലേക്ക് മടക്കി തയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് മാത്രം വെച്ചിട്ട് ബാക്കി ചുറ്റും എക്സ്ട്രാ നിൽക്കുന്ന തുണിയെല്ലാം മുറിച്ച് മാറ്റാം. ഇനി നൈറ്റി പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല ഭാഗം അടിയിലാക്കി ടേബിളിൽ വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല ഭാഗം അടിയിലാക്കിയിട്ടാണ് ടേബിളിൽ വയ്ക്കേണ്ടത്. അതിനുശേഷം കുറച്ച് താഴെ വരെ ആ സെൻറ്റർ ലൈൻ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. കാരണം ഈ നെക്ക് നമ്മൾ വയ്ക്കുമ്പോൾ അതിൻ്റെ താഴെ പോർഷനും നമുക്ക് സെൻറ്റർ മാച്ചാക്കി വെക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇനി നെക്ക് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശം ഈ നൈറ്റിയുടെ ചീത്ത വശത്ത് കമഴ്ത്തി വയ്ക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, നൈറ്റിയുടെ ചീത്ത വശത്ത് നെക്കിൻ്റെ നല്ല വശം കമഴ്ത്തി വെച്ച് കൊടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു ഭാഗത്താണ് മിക്കവാറും എല്ലാവർക്കും തെറ്റ് പറ്റാൻ സാധ്യതയുള്ളത്. ഇത് തയ്ച്ചെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കട്ടു ഇട്ട് കൊടുത്ത് അപ്പുറത്തേക്ക് മടക്കാൻ വേണ്ടിയിട്ട് നോക്കുമ്പോഴാണ് നമുക്ക് തെറ്റ് മനസ്സിലാകുക. അപ്പോൾ പിന്നെ അഴിച്ചിട്ട് അത് ചെയ്യുന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിച്ച് ചെയ്യുക. തയ്ക്കുമ്പോൾ നീങ്ങിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ട് ചിലയിടത്തൊക്കെ ഒന്ന് മുട്ടുപിൻ കുത്തിവെച്ച് കൊടുക്കുക. ആ താഴ്ഭാഗത്തും നൈറ്റിയുടെ സെൻറ്ററും ഈ നെക്കിൻ്റെ സെൻറ്ററും കറക്റ്റ് ആണെന്ന് നോക്കിയിട്ട് അവിടെയും മുട്ടുപിൻ കുത്തി വെച്ച് കൊടുക്കണം. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ ഒരു ബോർഡർ ലൈൻ കാണുന്നത് ആ ലൈനിൻ്റെ ഉള്ളിൽ കൂടി വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ. വളരെ ശ്രദ്ധിച്ച് ആ ലൈനിൻ്റെ ഉള്ളിൽ കൂടി തന്നെ തയ്ച്ചെടുത്തെങ്കിൽ മാത്രമേ ഇത് നീറ്റായി വരത്തുള്ളൂ. ഇനി നമുക്ക് തയ്ച്ച് തുടങ്ങാം. ഇത് തയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധയോടു കൂടി പതുക്കെ തയ്ക്കണം. ആ ഡിസൈൻ കർവൊക്കെ വരുന്നിടത്ത് വരുമ്പോൾ നമ്മൾ സൂചി അവിടെ കുത്തി വെച്ചിട്ട് പതിയെ ഫൂട്ടൊന്ന് ലിഫ്റ്റ് ചെയ്തിട്ട് പിന്നെ ആ പോയിന്റ് തന്നെ എത്തിയോ എന്നൊക്കെ ഉറപ്പാക്കിയിട്ട് തുണി മെല്ലെ തിരിച്ചു കൊടുത്ത് വീണ്ടും തയ്ച്ചു തുടങ്ങുക.
ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന നെക്കാണ് നമ്മൾ എടുത്തിട്ടുള്ളതെങ്കിലും അത് വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ താഴേക്ക് സ്റ്റിച്ച് ചെയ്യാതെ അടുത്ത വശത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് അങ്ങനെ അങ്ങ് പോകാം. അല്ലെന്നുണ്ടെങ്കിൽ താഴേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ആ ഗ്യാപ്പിൽ നമുക്കൊരു തുണിയുടെ പീസ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് നമുക്ക് അങ്ങനെയും തയ്ച്ചെടുക്കാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇഷ്ടം പോലെ ചെയ്യാം. ഞാനിതിപ്പോൾ സിബ് വെക്കേണ്ട നൈറ്റി ആയതുകൊണ്ട് താഴേക്ക് തയ്ക്കുകയാണ്. താഴെ എത്തുമ്പോൾ രണ്ട് കർവ് ഭാഗങ്ങളൊക്കെ വരുന്നത് കൊണ്ട് വളരെ ശ്രദ്ധിച്ച് നീറ്റാക്കി തയ്ച്ചെടുക്കുക. ഫ്രണ്ട് ഓപ്പൺ വേണ്ടാത്തവർക്ക് യു ഷേപ്പൊക്കെ നെക്ക് സിമ്പിളായിട്ട് വരുന്നതുണ്ട്. അത് വാങ്ങിച്ചിട്ട് ആദ്യമൊക്കെ തയ്ച്ചാൽ പിന്നെ കുറച്ച് പ്രാക്ടീസായി വരുമ്പോൾ ഇങ്ങനെ ഇതുമെല്ലാം നീറ്റായിട്ട് ചെയ്യാൻ സാധിക്കും. നമ്മൾ നെക്കിപ്പോൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനിയിപ്പം എല്ലാ നൈറ്റിക്കും ഒക്കെ ചെയ്യുന്നത് പോലെ തന്നെ 1/2 ഇഞ്ച് ഇപ്പുറത്ത് കൂടി കട്ട് ചെയ്ത് കൊടുക്കണം. ഈ താഴേക്കുള്ള പോർഷനിൽ കട്ട് ചെയ്യുമ്പോൾ അത് വളരെയധികം ശ്രദ്ധിക്കണം. അത് സെൻറ്ററിൽ കൂടെ തന്നെ കട്ട് ചെയ്തിട്ട് താഴ്ഭാഗത്ത് 2 ചുനിപ്പ് അടുത്തടുത്ത് വരുന്നിടത്ത് ആ 2 ചുനിപ്പിലേക്ക് നമ്മൾ കട്ടിട്ട് കൊടുക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് വൃത്തിയായിട്ടത് മടക്കിയെടുക്കാൻ സാധിക്കൂ. ഇനി എല്ലാ ഭാഗത്തും ചെറിയ കട്ടിട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് കർവൊക്കെ വരുന്നിടത്ത് കട്ടിട്ട് കൊടുക്കുക. ഇനി മുട്ടുപിന്നെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഇത് പുറത്തേക്ക് മറിച്ചെടുക്കുക. അതായത് നമ്മുടെ നൈറ്റിയുടെ നല്ല ഭാഗത്തേക്ക് ഈ നെക്ക് മറിച്ചെടുക്കുക. അപ്പോൾ നൈറ്റിയുടെ റെഡിമെയ്ഡ് നെക്കിൻ്റെ നല്ല ഭാഗം നമുക്ക് മുകളിൽ ആയി കിട്ടും. കർവ് വരുന്ന പോർഷനെല്ലാം നല്ല കറക്റ്റായിട്ട് മടക്കി വെച്ചിട്ട് മാത്രം തയ്ച്ചു കൊടുക്കുക. എന്നാലേ നല്ല നീറ്റായിട്ട് തയ്ച്ച് എടുക്കാൻ കഴിയും. ഇനി നമുക്ക് എഡ്ജ് കൂടി ടോപ്പ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം.
റെഡിമെയ്ഡ് നെക്ക് നമുക്ക് ഏകദേശം ഒരു 12 രൂപ തൊട്ട് മേലോട്ട് വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ ഡസനായിട്ടൊക്കെ വാങ്ങുമ്പോൾ പിന്നെ കുറച്ച് നല്ല ക്വാളിറ്റി ഉള്ളതായാലും നല്ല വർക്കുള്ളതായാലും നമുക്ക് അത് 12 രൂപയ്ക്കൊക്കെ കിട്ടും, കുറച്ച് കൂടുതലായിരിക്കുമ്പോൾ. അല്ലെങ്കിൽ ഒറ്റ പീസാണെങ്കിൽ അതിന് ചിലപ്പോൾ 15 18 ഒക്കെ അവർ എടുക്കാറുണ്ട്. നൈറ്റി പീസിൻ്റെ കളറിനും അതിലുള്ള ഡിസൈൻ്റെ കളറിനും എല്ലാം മാച്ചാക്കി തന്നെ നെക്ക് വാങ്ങിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുമ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും. മൂന്ന് മീറ്റർ തുണിയിൽ 3/4 കൈയൊക്കെ എടുക്കുമ്പോഴത്തേക്കും പിന്നെ നെക്കിനൊന്നും തീരെ തുണി നമുക്ക് കിട്ടാറില്ല. അപ്പം ഇങ്ങനെ നെക്ക് കുറച്ച് വാങ്ങി വെച്ചിരുന്നാൽ അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് മാച്ചാവുന്ന നെക്ക് എടുത്ത് വെച്ച് ഇങ്ങനെ എളുപ്പം തയ്ച്ചങ്ങ് എടുക്കാം. ഈ നെക്കിൻ്റെ വക്കിലുള്ള തുണി മടക്കിയിട്ട് നൈറ്റിയിലേക്ക് തയ്ച്ചു കൊടുക്കുന്ന പണിയാണ് ചെയ്യേണ്ടത്. അതിന് മുന്നായിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ മുട്ടുപിന്ന് കുത്തിയിട്ട് കറക്റ്റാക്കി വെച്ച് കൊടുക്കുക. നെക്കിൻ്റെ താഴ്ഭാഗത്ത് ആ പോയിൻറ്റും നൈറ്റിയുടെ നടു പോയിൻറ്റും കറക്റ്റാക്കി തന്നെ വെച്ചിട്ട് പിന്നെ ചെയ്ത് കൊടുത്തിട്ട് മാത്രമേ തയ്ക്കാവുള്ളൂ. ആ പോർഷന് ലേശം ചരിവ് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം നോക്കുമ്പോൾ അത് വളരെ ഭംഗികേടായിട്ട് തോന്നും. അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കുക. ആ പോയിൻ്റ് തമ്മിൽ നല്ലവണ്ണം മാച്ചാക്കി പിൻ ചെയ്ത് കൊടുക്കുക. ഇത് തയ്ക്കുമ്പോൾ ലേസെല്ലാം വെച്ച് കൊടുക്കാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ ആ ലേസും വെച്ച് തയ്ച്ച് വരിക. ഇതുപോലെ കർവ് വരുന്ന പോർഷനിലൊക്കെ ഒരു ചെറിയ കട്ടിട്ട് കൊടുത്താൽ തുണി ഉള്ളിലേക്ക് നീറ്റായിട്ട് മടക്കാൻ സാധിക്കും. നെക്കിൻ്റെ സെൻറ്റർ പോയിൻ്റ് നൈറ്റിയുടെ സെൻറ്റർ പോയിൻ്റ് തന്നെ കറക്റ്റ് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം.
നെക്ക് പീസ് നമ്മളിപ്പം നൈറ്റി പീസിലേക്ക് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി സിബ് വെക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ആ ഓപ്പണിംഗ് ഏരിയ എങ്ങനെ കവർ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. നൈറ്റിയുടെ തന്നെ പീസോ അല്ലെന്നുണ്ടെങ്കിൽ ബ്ലാക്ക് കളറ് അല്ലെങ്കിൽ നൈറ്റിക്ക് മാച്ചാവുന്ന വേറെ ഏതെങ്കിലും പീസായാലും എടുത്ത് ആ ഗ്യാപ്പിൽ വെച്ച് ചുറ്റും തയ്ച്ചാൽ നമുക്കതവിടെ കവർ ചെയ്യാൻ പറ്റും. പിന്നീട് എന്തെങ്കിലും ഷോ ബട്ടൺ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വെച്ച് കൊടുത്താൽ അത് നല്ല ഭംഗിയായി കിട്ടും. സിബ് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർ ചെറിയ സൈസിൽ സിബ് എടുക്കുക. അതിനുശേഷം ഇതുപോലെ 2 തുണിയും എടുക്കുക. ഈ 2 പീസ് തുണിയും സിബിൻ്റെ 2 സൈഡിലും പിടിപ്പിച്ചു കൊടുക്കണം. തയ്ക്കുന്നതിന് മുന്നായിട്ട് മേൽവക്കൊന്ന് മടക്കി കൊടുക്കുക. സിബിൻ്റെ നല്ല വശത്താണ് നമ്മളിത് പിടിപ്പിക്കുന്നത്. രണ്ട് വശത്തും തുണി തയ്ച്ച് പിടിപ്പിച്ച ശേഷം ഇത് നേരിട്ട് നമ്മുടെ ഓപ്പണിംഗ് ഭാഗത്ത് മറ്റേ തുണി നേരത്തെ ഞാൻ കാണിച്ച തുണി വെച്ച് തയ്ച്ചതുപോലെ തന്നെ നമുക്ക് ചുറ്റും തയ്ച്ച് എടുക്കാം. അങ്ങനെ നമ്മൾ റെഡിമെയ്ഡ് നെക്ക് ഉപയോഗിച്ചിട്ട് നൈറ്റിയുടെ ഫ്രണ്ട് പീസ് വളരെ മനോഹരമായിട്ട് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനത്തെ നെക്കിൽ സിബ് പിടിപ്പിക്കാനും വളരെ എളുപ്പമാണ്. ഇനി നൈറ്റിയുടെ ബാക്ക് പീസ് നമുക്ക് ഈ ഫ്രണ്ട് പീസുമായിട്ട് അറ്റാച്ച് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ബാക്ക് പീസ് എടുത്തൊന്ന് 2ആയി മടക്കി പിടിച്ചിട്ട് ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. നെക്കകലം എത്ര വേണം എന്നുള്ളത് ഫ്രണ്ട് പീസിൽ വെച്ച് നോക്കിയിട്ടൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. നെക്കകലം മാർക്ക് ചെയ്ത അളവിൽ നിന്നും ഒരു 1/4 ഇഞ്ച് ഉള്ളിലേക്ക് വേറൊരു മാർക്ക് കൂടി ഇട്ടിട്ട് വേണം ബോക്സ് വരയ്ക്കാൻ. അതിനുശേഷം നെക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇനി ക്രോസ് പീസ് എടുത്തിട്ട് നെക്ക് തയ്ച്ചിട്ട് നമുക്ക് ഫ്രണ്ട് പീസുമായിട്ട് സാധാ എല്ലാ നൈറ്റിക്കും ചെയ്യുന്ന പോലെ അറ്റാച്ച് ചെയ്യേണ്ട പണി മാത്രമേ ഉള്ളൂ. നമ്മുടെ നൈറ്റി ഇപ്പോൾ നല്ല മനോഹരമായി വന്നിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. കൂടാതെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.